ശ്രീകൃഷ്ണ ജ്യോതിശാലയത്തേക്ക് ഏവർക്കും സ്വാഗതം. അതായത് ഇപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത് മാർച്ച് മാസത്തെ ഫലമാണ് പറയുന്നത്. മാർച്ച് മാസത്തിൽ മേടക്കൂറുകാർക്ക് അഥവാ മേട രാശിക്കാർക്കുള്ള ഫലമാണ് പറയുന്നത്. അശ്വതി, ഭരണി, കാർത്തിക, അതായത് അശ്വതി പൂർണ്ണമായും ഭരണി പൂർണ്ണമായും കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം കൂടി ചേരുന്ന മേട കൂറുകാർക്ക് വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ഈ മാർച്ച് മാസം നടത്തുന്നത്. കാരണം എന്താ വെച്ചാൽ മേടൻ രാശിയുടെ രണ്ടാം ഭാവത്തിൽ ധനസ്ഥാനത്തിൽ, കുടുംബസ്ഥാനത്തിൽ, വാക്കുസ്ഥാനത്തിൽ, പ്രവൃത്തിസ്ഥാനത്തിൽ, വിവാഹസ്ഥാനത്തിൽ, സന്താനസ്ഥാനത്തിൽ നിൽക്കുന്ന വ്യാഴം, മൂന്നാം ഭാവത്തിൽ അതേ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന ഭൂമികാരകനും ധൈര്യകാരകനും ആരോഗ്യകാരകനുമായിട്ടുള്ള ചൊവ്വ, 4 സ്വത്തം 5 സ്വത്തം ആറാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്ന കേതു, സകല വിഘ്നങ്ങളെയും മാറ്റി നിർത്തുന്ന 6-ാം ഭാവത്തിൽ അനുകൂല ഭാവത്തിൽ നിൽക്കുന്നു. 10-ാം ഭാവത്തിലാവട്ടെ സൂര്യനും ബുധനും അനുകൂല ഭാവം. സൂര്യനും ബുധനും അനുകൂല ഭാവം 10-ലാണ് ചെയ്തത്. ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികൾക്കുമുള്ളവർക്ക് വളരെ ഗവൺമെൻറ് ജീവനക്കാർക്കും വളരെ ഉത്സാഹകരമായിട്ടുള്ളത് അഥവാ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും പേപ്പർ വർക്കുകൾ നടത്തുന്നവർക്കും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളും വില്ലേജ് മുതൽ കളക്ടർ ഓഫീസുമായിട്ടും ആയിട്ടുള്ള നടത്തിയെന്ന് പറയുന്നത്. അതുപോലെ തന്നെ 11-ാം ഭാവത്തിൽ അനുകൂല സ്ഥാനത്തിൽ വളരെ അനുകൂല സ്ഥാനത്ത് നിൽക്കുന്ന ശനി ലാഭസ്ഥാനം നിൽക്കുകയാണ്. ലാഭസ്ഥാനത്ത് ശനി, ധനസ്ഥാനത്തിൽ ഗാഡുവാണ്. മഹാഭാഗ്യം തന്നെ തരുന്ന ഒരു പ്രത്യേകപരമാണ്. അത് ചാരവസാൽ സൂര്യനും കൂടി ചാരവസാൽ അനുകൂല ഭാഗത്തിൽ നൽകുന്ന കാരണം കൊണ്ട് വളരെ ഗുണകരമായിട്ടുള്ള ഒരു അനുഭവമാണ്. 12-ലാവട്ടെ രാഹു മറിഞ്ഞിരിക്കുന്നത് കണ്ടു തന്നെയാണ് അനുകൂല ഭാവത്തിലല്ലെങ്കിലും. പക്ഷേ ശുക്രൻ അനുകൂല ഭാവത്തിൽ 12-ാം ഭാവത്തിൽ അങ്ങോട്ട് ഉച്ചസ്ഥാനായിട്ടിരിക്കുന്നത്. ആ ഉച്ചസ്ഥാനം എന്ന് പറയുമ്പോൾ തന്നെ 7-ാം ഭാവാധിപനും 2-ാം ഭാവാധിപനുമാണ്. അതാലോചിക്കണം. 2-ാം ഭാവം പറഞ്ഞാൽ ധനസ്ഥാനം, കുടുംബസ്ഥാനം വയ്ക്കണം. 7-ാം ഭാവം വിവാഹസ്ഥാനമാണ്. വിവാഹം മറ്റുള്ള കാര്യങ്ങളൊക്കെ നടന്നു വരാനുള്ള സാഹചര്യങ്ങൾ വളരെ കൂടുതലായിട്ടാണ് കാണുന്നത്. ഗവൺമെൻറ് തലത്തിൽ ജോലി ചെയ്യുന്നവർക്കാണെങ്കിലും ബിസിനസ് സംബന്ധമായിട്ട് ജോലി ചെയ്യുന്നവർ, സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കാണെങ്കിലും വിദേശ സംബന്ധമായിട്ടുള്ള ജോലിയിൽ പ്രവേശിക്കുകയും പ്രവർത്തനത്തിൽ ആരംഭിക്കുകയും പോകാനായി തയ്യാറെടുക്കുന്നവർക്ക് വളരെ അനുകൂലകരമായിട്ടുള്ള സമയമാണ്. പ്രത്യേകം മേടൻ രാശിക്കാർ ചിന്തിക്കേണ്ട വിഷയം പറഞ്ഞാൽ മാർച്ച് മാസം 29-ാം തീയതി ശനി മാറുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ എല്ലാവിധ കാര്യങ്ങളും ഒതുക്കി വെച്ച് പ്രവർത്തിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അതേ സമയത്ത് വ്യാഴം ഇനിയും 2 മാസക്കാലത്തോളം ഉണ്ട്. അതും അനുകൂല സ്ഥാനത്താണ്. പക്ഷേ മേടൻ രാശിയിൽ ശനി മാറുന്നതോടുകൂടി പൂർണ്ണമായിട്ടും ശനിയുടെ ആരംഭഘട്ടമാണെങ്കിലും അത് അത് അത്രയ്ക്ക് ബാധിക്കില്ല. വ്യാഴം മാറുന്നവരിക്കും ബാധിക്കില്ല എന്നുള്ളത് സംശയകരമായിട്ടുള്ള സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഉദ്ദിഷ്ട കാര്യങ്ങളെല്ലാം വളരെ സുലഭമായി നടക്കുന്ന ഒരു സംഭവമാണ് എന്നുള്ളതാണ് ഈ മേടപ്പൂറുകാർക്ക് പറയാനുള്ളത്. മേടപ്പൂറുകാർക്ക് എന്ത് സംശയമുണ്ടെങ്കിലും വിളിച്ചു ചോദിക്കാം. എൻ്റെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിച്ചു ചോദിക്കാം. കാരണം വളരെ അനുകൂലപരമായിട്ടുള്ള ഒരു സമയം തന്നെയാണ് ഇപ്പോൾ നന്നായിട്ട് വന്നിരിക്കുന്നത്. എൻ്റെ അടുത്ത് കുറേ സ്റ്റുഡൻസ് അതായത് നീറ്റിന് എഴുതിക്കൊണ്ടിരിക്കുന്ന മെഡിക്കൽ സ്റ്റുഡൻസ് ആളുകൾക്ക് ചോദിച്ചു, നിങ്ങളെ സീറ്റ് കിട്ടുമോ, അല്ലെങ്കിൽ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്, 4-ാം വർഷം ഡിഗ്രി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, 5-ാമത്തെ വർഷമാണ്, ഫൈനൽ പൊസിഷനാണ്, എങ്ങനെയുണ്ടാവും, എല്ലാം സുഖകരമായിട്ടുള്ള ഫലങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അത് കാരണം കൊണ്ട് തന്നെ എഞ്ചിനീയർമാർക്കാണെങ്കിലും അതുപോലെ തന്നെ തുടർ സംവിധാനമായിട്ട് എയർപോർട്ട് എയർപോർട്ടിക്ക് സംബന്ധമായിട്ടുള്ളത് ഇതിൽ എന്നിട്ട് വ്യക്തമായിട്ട് പറയുന്നത് ഇലക്ട്രിക് സംബന്ധമായിട്ടുള്ളതും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ളതും അതുപോലെ തന്നെ എഞ്ചിനീയർ സംബന്ധമായിട്ട് വെച്ച് പറഞ്ഞാൽ സ്റ്റീൽ സംബന്ധമായിട്ട് സ്റ്റീലായിട്ട് ഇരുമ്പായിക്കോട്ടെ എന്ത് കാര്യമായിക്കോട്ടെ അനുകൂല ഇരുമ്പിൻ്റെ കാരകനായിട്ടുള്ള ശനി തന്നെയാണ് 11-ാം ഭാവം നിൽക്കുന്നത്. അത് കാരണം കൊണ്ട് എഞ്ചിനീയർമാർക്ക് വളരെ സുഖകരമായിട്ട്, അതുകൊണ്ട് കൺസ്ട്രക്ഷൻ ചെയ്യുന്ന എഞ്ചിനീയർമാർ വളരെ തോന്നുന്നു. കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള കൺസ്ട്രക്ഷൻ വർക്കാണ്, ഭൂമി സംബന്ധമായിട്ടുള്ള പ്രവർത്തനമാണ് കൺസ്ട്രക്ഷൻ വർക്കിലുള്ളത്. ആ ഭൂമി കൈകാര്യം ചെയ്യുന്നതിന് വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭവം തന്നെയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. യാതൊരു സംശയമില്ല. സഹായസ്ഥാനത്താണ് ഭൂമികാരകനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത്. സഹോദരങ്ങളായിട്ടും മിത്രങ്ങളായിട്ടും അതുപോലെ സ്നേഹിതന്മാരായിട്ടും വളരെ കൂടുതൽ എളുപ്പം കാണിക്കും. അവരുടെ ഗുണാനുഭവങ്ങളുണ്ടാവും. വളരെ ഗുണാനുഭവങ്ങൾ സംഭവിക്കുന്ന ഒരു സമയമായിട്ടാണ് ഇപ്പോൾ കണക്കാക്കുന്നത്. പ്രവൃത്തികരമായിട്ടുള്ള എല്ലാവിധ കാര്യങ്ങളിലും വളരെ ഉചിതമായിട്ടുള്ള
കാര്യങ്ങൾ ഒന്നും ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. വളരെ തൃപ്തികരമായിട്ടുള്ള ഒരു മാസം തന്നെയാണ് മാർച്ച് എന്ന് പറയാനുള്ളത്. അതുകൂടാതെ തന്നെ ഇവർക്ക് വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഈ മാസത്തിൽ തീരുമാനമാവും എന്നതിൽ യാതൊരുവിധ സംശയമില്ല. സ്വർണ്ണാഭരണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം വലിയ ഗുണകരമായിട്ടുള്ള നേട്ടങ്ങളുടെ ഒരു കാലഘട്ടമാണ്. ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യത്തിൽ പൊടിക്കും എന്ന് തന്നെ പറയാം. അത്രയും ഇതാണ്. അതുപോലെ തന്നെ ഈ മാർച്ച് മാസത്തിൽ നടക്കാൻ പോകുന്ന ചിട്ടികളോ കുറികളോ അല്ലെങ്കിൽ ഭാഗ്യ സംബന്ധമായിട്ടുള്ള ലോട്ടറി ടിക്കറ്റിനെ ഞാൻ പറ്റി പറയുന്നില്ല. കാരണം ലോട്ടറി ടിക്കറ്റിന് ഞാൻ പറഞ്ഞില്ല. ഭാഗ്യ സംബന്ധമായിട്ടുള്ള ഭാഗ്യം പരീക്ഷണത്തിലുള്ള എല്ലാവിധ കാര്യങ്ങളിലും അത് വളരെ മിത്രമായിട്ട് തന്നെ കാര്യം സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഭാഗ്യകടാക്ഷങ്ങളോട് തന്നെ അത് ഞാൻ പറഞ്ഞു ലോട്ടറിൻ്റെ കാര്യം പറയാതിരിക്കുന്നുണ്ട്. എല്ലാവരും ലോട്ടറി കൊണ്ട് വ്യൂവേഴ്സ് കാണാൻ വേണ്ടിയിട്ട് ലോട്ടറി ഭാഗ്യം ഉണ്ടാവും എന്ന് പറഞ്ഞ് അത് കളിക്കുന്നവരാണ്. കേരളം മുഴുവൻ ലോട്ടറിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഞാൻ അതിൽ കടക്കുന്നില്ല. അത് തന്നെ ഭാഗ്യകടാക്ഷം ലോട്ടറി തന്നെ ഭാഗ്യം തന്നെ തരുന്നില്ല. ഭാഗ്യകടാക്ഷം കൊണ്ട് വളരെ തൊഴിൽ സംബന്ധമായിട്ട് ഭാഗ്യങ്ങൾ വരാനുണ്ട്. അതുപോലെ തന്നെ ധനസംബന്ധമായിട്ട് ഭാഗ്യങ്ങൾ വരാനുണ്ട്. നമ്മുടെ ഉയർച്ചകൾ കൊണ്ട് ഭാഗ്യങ്ങൾ വരാനുണ്ട്. ഭാഗ്യം പറയുന്നത് വെറും ഭാഗ്യം ധനം കിട്ടാനുള്ള ഭാഗ്യം മാത്രമല്ല, പുണ്യം കിട്ടാനുള്ള ഭാഗ്യങ്ങളുണ്ട്. പൂർവ്വജന്മപുണ്യത്തിൻ്റെ ഒരു ഭാഗ്യമുണ്ട്. ഗുരുക്കന്മാരുടെ അനുഗ്രഹമുണ്ട്. ഇതെല്ലാം ഭാഗ്യങ്ങൾ തന്നെയാണ്. ഭാഗ്യം ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ കാര്യങ്ങളെല്ലാം നീക്കുപോക്കുകളുണ്ടാവുള്ളൂ എന്നതിൽ യാതൊരു സംശയമില്ലാത്തൊരു കാര്യമാണ്. അത് കാരണം കർമ്മമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് വിദേശ സംബന്ധമായിട്ട് ജോലി പ്രവേശനങ്ങൾക്ക് ഈ മാസം വളരെ അനുകൂലമാണ്. പോകാൻ തയ്യാറായിട്ട് ഇരിക്കുന്നവർക്കാണെങ്കിൽ വളരെ വിജയകരമായിട്ടുള്ള ഒരു നേട്ടങ്ങൾ കൈവരിക്കാൻ ഈ മാസം പറ്റും. എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം തിരുത്തേണ്ട ഒരു സമയം കൂടിയായിട്ടാണ് ഇപ്പോൾ മേടൻ രാശിക്കാർക്ക് ഉള്ളത് എന്ന് തന്നെ പറയാം. മേടൻ രാശിക്കാർക്ക് വളരെ സങ്കീർണകരമായിട്ടുള്ള അനുഭവമാണ്. വിപരീതപരമായിട്ട് വേണ്ടത് വന്നിട്ടുണ്ടെങ്കിൽ അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നം പരിഹരിക്കണം. കാരണം എന്തൊക്കെയാണ്, കടന്നുപോയ വർഷങ്ങൾ 2.5 വർഷം കഴിഞ്ഞ് 11-ാം ഭാവത്തിലാണ്. ഈ 2.5 വർഷമായിട്ട് നിങ്ങൾക്ക് ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കത് വളരെ പരാജയകരമായെന്നാണ് തീർച്ചയായും ഞാൻ പറയാൻ പറ്റും. തീർച്ചയായിട്ടും നിങ്ങളുടെ പരാജയകാലം നിങ്ങളുടെ ബുദ്ധി സാമർഥ്യം ഇല്ലായ്മ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ജാതക പരിശോധന നടത്താത്ത കാരണം കൊണ്ടാണ്, ദൈവത്തിൽ വിശ്വാസമില്ലാത്ത കാരണമാണ് എന്ന് എനിക്ക് തീർച്ചയായിട്ടും പറയേണ്ടത്. പബ്ലിക്കായിട്ട് പറയുന്നത് എനിക്ക് യാതൊരു ഒരു വലിയ ഇതാണ് പറയാം. അസതി പഴനി കാർത്തികയുടെ കാൽഭാഗത്തിൽ ചേർത്തിരിക്കുന്ന ഈ മേടക്കൂറുകാർക്കാണ് ഞാൻ പറയുന്നത്. ഈ മേടക്കൂറുകാർക്ക് ഈ മാർച്ച് 29-നുള്ളിൽ അല്ലെങ്കിൽ മെയ് 10-ാം തീയതിക്കുള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാധിച്ചെടുക്കാനുള്ള സാമർഥ്യവും അതിബുദ്ധിയും ഭാഗ്യകടാക്ഷങ്ങളും ദൈവാനുഗ്രഹം കാണാം. ദൈവാനുഗ്രഹം അമ്പലത്തിൽ കോയിലും ദൈവാനുഗ്രഹം കിട്ടുന്ന സമയത്ത്. പക്ഷേ എന്നിരുന്നാലും ചിലപ്പോൾ എല്ലാവർക്കും ദൈവാനുഗ്രഹം എത്തുന്നില്ല. പക്ഷേ പ്രശ്നം വെച്ച് രാശി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ദൈവാനുഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് നിസംശയം പറയാൻ പറ്റും. ദൈവാനുഗ്രഹം ഇല്ലെങ്കിൽ സമയം വളരെ ദോഷമാണ്. അതായത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചാരവസ്ഥ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന 11-ാം ഭാവത്തിലുള്ള മന്ദൻ, അതായത് ശനിയും 2-ാം ഭാവത്തിൽ ധനസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, വിദ്യാസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, വാക്കുസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, കുടുംബസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന, ഐശ്വര്യപരമായിട്ട് നടന്നിരിക്കുന്ന, സന്താന സ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുകൂല ഭാവം കണ്ടില്ല എന്നടുക്കരുത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഏറ്റവും ഉചിതപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പറഞ്ഞത്. അത് എല്ലാ മേഖലയിൽപ്പെട്ടവർ, ഞാനിപ്പോൾ എടുത്തതെന്ന് പറയുന്നില്ല. ജനാധിപത്യം, മെഡിക്കൽ സ്റ്റുഡൻറ്റ്, എയർപോർട്ട്, അങ്ങനെ ഉയർവ് വാഹന സംബന്ധമായിട്ടുള്ള എല്ലാവിധ വർക്കുകളും ചെയ്യുന്നവർക്കും വളരെ തൃപ്തികരമായിട്ടുള്ളൊരു മാസം തന്നെയാണ് മാർച്ച് മാസം. ഈ 2025-ൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും സുലഭകരമായിട്ടും സുഖകരമായിട്ടുള്ളൊരു വർഷമാണ് 2023 മാർച്ച് മാസം എന്ന് പറയുന്ന ഒരു മാസം. ഈ മാസത്തിൽ നിങ്ങൾക്ക് പലതും സംഭവിക്കാം. നേട്ടങ്ങളുടെ ഒരു പട്ടിക തന്നെ സംഭവിക്കാം. ജാതകത്തിൽ സമയം മോശമാണെങ്കിൽ കൂടി അനുഭവ യോഗം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതിലും ഈ യുവാക്കൾക്കെന്ന് പറഞ്ഞാൽ ഏകദേശം 24 വയസ്സിൻ്റെ ഉള്ളിലുള്ള പ്രായക്കാർക്ക് ശുക്രദശാകാലമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ശുക്രദശ മിക്കവാറും ശുക്ര നല്ലതാണ്. ഇപ്പോൾ പറഞ്ഞിരുന്നാലും ഒഴിഞ്ഞിരുന്നാലും തെളിഞ്ഞിരുന്നാലും ശുക്ര നല്ല തന്നെയാണ്. പക്ഷേ ശുക്രൻ അനുകൂല ഭാവത്തിൽ ഗുണകരമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിതീവ്രപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ടാവും എന്നാണ് പറയുന്നത്. അതേസമയത്ത് 25 അല്ലെങ്കിൽ 23, 29 വയസ്സ് പ്രായം വരെയും സൂര്യദശയും ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ജോലികൾക്കും സേനാധിപത്യങ്ങൾക്ക് പോലീസ്, ജവാന്മാർ, ജയിലർമാർ, അതുപോലെ സംബന്ധമായിട്ടുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് ജോലി വാഗ്ദാനം തീർച്ചയായിട്ടും കിട്ടാനുള്ള സാഹചര്യമുണ്ട് എന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. എനിക്ക് എന്നാണ് പറയുന്നത്. കാരണം എല്ലാവരും ഞാൻ ഉൾപ്പെടുത്തുന്നത് എനിക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ കാരണം വെച്ചുകൊണ്ട് വന്നാൽ ഞാൻ യൂട്യൂബ് ചാനലുകളിൽ ഒരുപാട് മെസ്സേജുകളും മറ്റുള്ള ഹെഡ്ലൈനും മാത്രമാണ്. ഞാൻ യൂട്യൂബ് അവരുടെ അഭിപ്രായങ്ങൾ ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് മേടക്കൂറുകാർക്ക് വളരെ ഗുണകരമായിട്ടുള്ള
ഒരു അനുഭവം തന്നെയാണ് ഇനി ഈ മാസത്തിൽ കിട്ടാൻ പോകുന്നത്. അത് നിങ്ങൾ അനുഭവിച്ചറിയുക എന്നുള്ള ദൈവാനുഗ്രഹം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതുപോലെ ഒരു ഉദ്ദിഷ്ട കാര്യങ്ങളുടെ നടക്കട്ടെ. ദീർഘയാത്രകൾക്ക് നല്ല ഗുണങ്ങളുണ്ടാവും. യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. അതേ സമയത്ത് വാർദ്ധക്യ സംബന്ധം, അതായത് 32 വയസ്സിന് ശേഷം നടക്കുന്നവർക്ക് ചന്ദ്രദേശ കാലമായിരിക്കും. ചന്ദ്രദേശ അത്ര അനുകൂലമാനം എന്നില്ല, അപൂർവമായിട്ട് ചന്ദ്രദേശ ചിലർക്ക് അനുകൂലമായിട്ടുണ്ടാവുള്ളൂ. അവർക്ക് കുറച്ച് മാനസിക പ്രശ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതിന് ലളിത സഹസ്രനാമ ജപം, ലളിത സഹസ്രനാമ അർച്ചന എന്നിവ ഭഗവതി ക്ഷേത്രം നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള ഫലവും ഉണ്ടാവും. നമസ്കാരം.